മക്കളുടെ കൂട്ടുകാരെ എത്ര മാതാപിതാക്കൾക്കറിയാം? നിങ്ങളുടെ വീടുകളിൽ അവരുടെ സുഹൃത്തുക്കൾ വരാറുണ്ടോ? അച്ഛനമ്മമാർ ഇല്ലാത്ത സമയത്ത് മക്കളുടെ സഹപാഠികളോ കൂട്ടുകാരോ എത്തുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. കോഴിക്കോട് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത് 15ഉം 14ഉം വയസ്സുള്ള അവളുടെ സുഹൃത്തുക്കളാണ്. ഒരു 11കാരനാണ് പീഡന ദൃശ്യം മൊബൈലിൽ പകർത്തി പ്രചരിപ്പിച്ചതെന്നത് ഇതിലും ഞെട്ടിപ്പിക്കുന്ന കാര്യം. പ്രതികളായ 3 വിദ്യാർത്ഥികളെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇവരുടെ രക്ഷിതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാഴ്ച മുമ്പാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. 15കാരിയായ വിദ്യാർത്ഥിനിയെ സഹപാഠിയും സുഹൃത്തും ചേർന്ന് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. ഒപ്പമുണ്ടായിരുന്ന 11കാരൻ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. പീഡനത്തിനിരയായ വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. 6ാം ക്ലാസ്സുകാരൻ പകർത്തിയ പീഡന ദൃശ്യങ്ങൾ പിന്നീട് മറ്റൊരാൾ കാണുകയും ഇക്കാര്യം പെൺകുട്ടിയുടെ ബന്ധുവിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ വിവരം വെളിപ്പെടുത്തിയത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നല്ലളം പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തു. കുറ്റാരോപിതരായ 3 പേരും പ്രായപൂർത്തിയാകാത്തവരാണ്. അതിനാൽ ഇവരോട് ചൊവ്വാഴ്ച ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ രക്ഷിതാക്കൾക്ക് പോലീസ് നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ കളിക്കൂട്ടുകാരായിരുന്ന ഇവർ പലപ്പോഴും പെൺകുട്ടിയുടെ വീട്ടിൽ എത്താറുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് സംശയമൊന്നും തോന്നാറില്ല. പ്രണയം നടിച്ചാണോ പീഡിപ്പിച്ചതെന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇതിനു മുമ്പും പെൺകുട്ടി ചൂഷണത്തിന് ഇരയായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.